വൈഷ്ണവ ഭക്തകവികളായ ആഴ്വാൻമാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിൽ ഒന്നായ കേരളത്തിലെ ഒരു ക്ഷേത്രം, വാമനൻ പ്രതിഷ്ഠയായുള്ള ഇന്ത്യയിലെ ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്ന്. ഞാൻ സംസാരിക്കുന്നത് കേരളത്തിന്റെ ഉത്സവമായ ഓണം അതിവിപുലമായി കൊണ്ടാടുന്ന തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തെ പറ്റി. എന്താണ് തൃക്കാക്കര ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും? ജാതിമത ഭേദമന്യേ ധാരാളം ആളുകൾ ഒത്തുകൂടുന്ന ഈ ക്ഷേത്രത്തിലെ ഓണാഘോഷങ്ങൾ എന്തെല്ലാമാണ്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ കഥയാണ് ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. മഹാബലി ചക്രവർത്തിയുടെ സദ്ഭരണത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഓണം ആഘോഷിക്കപ്പെടുന്നത്. ഭാഗവതത്തിൽ വാമനാവതാരം എന്ന ഭാഗത്തിൽ 18 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിലായി ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വാമനാവതാരത്തെയും മഹാബലി ചക്രവർത്തിയെയും പ്രതിപാദിക്കുന്നു. അസുര രാജാവും വിഷ്ണു ഭക്തനുമായിരുന്ന പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി. മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തിയതായിരുന്നു മഹാബലിയുടെ ഭരണകാലം. അദ്ദേഹം ഒരുപാട് യജ്ഞങ്ങളും മറ്റും നടത്തി പുണ്യം നേടി. മികച്ച ഒരു ഭരണാധികാരിയായി പേരെടുത്ത അദ്ദേഹത്തെ എല്ലാവരും ആദരിച്ചു. അങ്ങനെയിരിക്കെ സ്വർഗലോകം കൂടി പിടിച്ചടക്കണമെന്ന മോഹം മഹാബലിയിൽ ഉടലെടുത്തു. ഭയചകിതരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ദേവമാതാവായ അതിഥി മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുകയും ദേവന്മാരെ രക്ഷിക്കണമെന്ന് വരം വാങ്ങുകയും ചെയ്തു. തുടർന്ന് മഹാബലി വിശ്വജിത്ത് എന്ന യാഗം ചെയ്യവേ വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. ചതി മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യരുടെ വിലക്ക് വകവയ്ക്കാതെ മഹാബലി 3 അടി മണ്ണ് അളന്നെടുക്കുവാൻ വാമനന് അനുവാദം നൽകി. വാമന രൂപത്തിൽ വന്നത് ഭഗവാനാണെന്ന് മഹാബലി മനസ്സിലാക്കി. ആകാശമുട്ട വളർന്ന വാമനൻ തന്റെ കാൽപാദം അളവുകോലാക്കി. ആദ്യത്തെ 2 അടിക്ക് തന്നെ ആകാശവും ഭൂമിയും പാതാളവും അളന്നെടുത്തു. 3ാമത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. പ്രീതിപ്പെട്ട ഭഗവാൻ തന്റെ 3ാമത്തെ അടി കൊണ്ട് മഹാബലിയെ അനുഗ്രഹിച്ച് അദ്ദേഹത്തെ സുതലം എന്ന ലോകത്തിന്റെ അധിപനാക്കി. വാമനൻ അവിടെ മഹാബലിയുടെ കാവൽക്കാരനായി നിലകൊണ്ടു. കൂടാതെ അടുത്ത മന്വന്തരത്തിൽ മഹാബലിക്ക് സ്വർഗത്തിലെ ഇന്ദ്രപദവിയും വാഗ്ദാനം ചെയ്തു. എല്ലാ വർഷവും ഭഗവാന്റെ പിറന്നാളായ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ എല്ലാവിധ സമൃദ്ധിയോടും തന്റെ പ്രജകളെ കാണുവാനുള്ള അനുഗ്രഹവും മഹാബലിക്ക് ഭഗവാൻ നൽകി. പിന്നീട് ഈ സ്ഥലത്തിന്റെ മാഹാത്മ്യം കേട്ടറിഞ്ഞ കപില മഹർഷി മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാനായി കഠിന തപസ് ചെയ്യുവാൻ ഇവിടേക്കെത്തി. ഏറെ നാൾ നീണ്ടുനിന്ന കഠിന തപസ്സിനൊടുവിൽ ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം നൽകി. മഹർഷിയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ ഇവിടെ തന്നെ നിത്യവാസം കൊള്ളുവാൻ തീരുമാനിച്ചു. തൃക്കാക്കര എന്ന സ്ഥലനാമം തിരുകാൽക്കരയുടെ ചുരുക്കപ്പേരാണ്. വാമനാവതാരത്തിൽ ഭഗവാന്റെ പാദമുദ്ര പതിഞ്ഞ സ്ഥലം എന്നതിനാലാവാം തിരുകാൽക്കര എന്ന പേര് ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു. കാൽക്കര നാടിന്റെ ഭരണസഭ തൃക്കാക്കര ക്ഷേത്രത്തിലാണ് സമ്മേളിച്ചിരുന്നത്. ചേര സാമ്രാജ്യത്തിന്റെ കാലത്താണ് കേരളത്തിൽ ഓണം ആഘോഷിച്ചു തുടങ്ങിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളിന്റെ രാജ്യാതിർത്തിക്കുള്ളിലായിരുന്നു തൃക്കാക്കരയും. തൃക്കാക്കര ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിൽ നടത്തി വന്നിരുന്ന ഉത്സവം എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ആചരിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അതേ തുടർന്നാണ് കേരളത്തിൽ ഓണാഘോഷം തുടങ്ങിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ ശിലാലിഖിതങ്ങളിൽ നിന്നാണ് ഓണത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും മറ്റും നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ചേരമൻ പെരുമാളിനെ കാണുവാൻ പ്രദേശത്തെ നാടുവാഴികൾ ഒത്തുകൂടിയിരുന്ന അവസരമായാണ് അവയിൽ നമുക്ക് ഓണത്തെ കാണുവാൻ കഴിയുന്നത്. പഴയ കാലത്ത് കർക്കിടക മാസത്തിലെ തിരുവോണം മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം വരെയാണ് തൃക്കാക്കരയിൽ ഉത്സവം ആഘോഷിച്ചിരുന്നത്. അതിനാൽ ഇതേ സമയം തന്നെയാണ് ഓണവും കൊണ്ടാടിയിരുന്നത്. 28 ദിവസവും വിവിധ വലിപ്പത്തിലുള്ള പൂക്കളങ്ങളിട്ട് കളിമണ്ണ് കൊണ്ട് തൃക്കാക്കരയപ്പനെ നിർമ്മിച്ച് പൂജിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾ നടത്തിയിരുന്നത്. പിൽക്കാലത്ത്
ആചാരങ്ങൾ അതേപടി തുടർന്നുവെങ്കിലും ഉത്സവം ചിങ്ങമാസത്തിലെ അത്തം മുതൽ 10 ദിവസം മാത്രമായി കുറഞ്ഞു. അങ്ങനെയാണ് അത്തത്തിന് പൂക്കളമിടുവാൻ തുടങ്ങിയത്. 12ാം നൂറ്റാണ്ടോടെ തൃക്കാക്കര ക്ഷേത്രത്തിന്റെ പ്രതാപം കുറഞ്ഞു തുടങ്ങി. രാജാക്കന്മാർ തമ്മിലുള്ള കിട മത്സരവും അതേ തുടർന്ന് ഊരാളന്മാർക്കും മറ്റും നേരിട്ട പ്രശ്നവുമെല്ലാം ക്ഷേത്രത്തെ പ്രതികൂലമായി ബാധിച്ചു. നിത്യനിദാനങ്ങൾക്ക് പോലും ചിലവില്ലാതെയായി. പൂജാരിമാർക്ക് ഈ ക്ഷേത്രത്തിനോടുള്ള ഭക്തി വരെ നഷ്ടപ്പെട്ടു. ക്ഷേത്രഭൂമി കാട് കയറി നശിച്ചു. ക്ഷേത്രത്തിന്റെ അധിഷ്ഠാനം മാത്രമേ അക്കാലത്ത് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ 1921 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ് ക്ഷേത്രം നവീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയത്. തുടർന്ന് ക്ഷേത്രം അദ്ദേഹം ഏറ്റെടുത്തു. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൃക്കാക്കര ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും നമ്പൂതിരിമാരുടെ സ്വാധീനം ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കൊച്ചിയും പരിസര പ്രദേശങ്ങളും അടക്കി ഭരിച്ചിരുന്ന പ്രശസ്ത ബ്രാഹ്മണ രാജകുടുംബമായ ഇടപ്പള്ളി സ്വരൂപത്തിന് പോലും ഈ ക്ഷേത്രത്തിന് മേൽ അവകാശം സ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഇടപ്പള്ളി തമ്പുരാൻ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായി മാറുകയും ശാന്തിക്കാരനെ നിയമിക്കുവാനുള്ള അവകാശം നേടിയെടുക്കുകയും ചെയ്തു. 1949 വരെ ഈ സ്ഥിതി നിലനിന്നു. 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചപ്പോൾ ഈ ക്ഷേത്രം അതിന്റെ കീഴിലായി. ഇന്നും ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ്. 1961 കേരളം ഓണത്തെ ദേശീയ ഉത്സവമായി അംഗീകരിച്ചപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹമായി. ഇന്നും ഈ ക്ഷേത്രത്തിന്റെ ഓണാഘോഷങ്ങളിൽ ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത്. അത്തം നാളിൽ ഒരു നിശ്ചിത മുഹൂർത്തത്തിൽ ഗരുഡാങ്കിതമായ ചെമ്പ് കൊടിമരത്തിൽ കൊടി ഉയർത്തുന്നതോടെ ഉത്സവം തുടങ്ങുന്നു. തൃപ്പൂണിത്തുറയിൽ ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന ചടങ്ങാണ് അത്തച്ചമയം. ഇതിനുള്ള കൊടി കൊണ്ടുവരുന്നതും തൃക്കാക്കരയിൽ നിന്നാണ്. പണ്ട് കാലത്ത് കൊച്ചി മഹാരാജാവ് തൃപ്പൂണിത്തുറയിൽ നിന്ന് എല്ലാ അലങ്കാരങ്ങളോടും കൂടി എഴുന്നള്ളി തൃക്കാക്കരയിലെത്തി കൊടി വാങ്ങിപ്പോകുന്ന ചടങ്ങുണ്ടായിരുന്നു. 8 ഏക്കറിലധികം വിസ്തീർണമുള്ള അതിവിശാലമായ ക്ഷേത്ര സമുച്ചയമാണ് തൃക്കാക്കരയിലേത്. ഇതിനകത്ത് 2 ക്ഷേത്രങ്ങളുണ്ട്. വാമന ക്ഷേത്രവും ശിവക്ഷേത്രവും. ശിവക്ഷേത്രത്തിനാണ് പഴക്കം കൂടുതൽ. മഹാബലി തികഞ്ഞ ശിവഭക്തനായിരുന്നുവെന്നാണ് പുരാണകഥ. അദ്ദേഹം ആരാധിച്ചിരുന്ന സ്വയംഭൂവായ ശിവലിംഗമാണ് ക്ഷേത്രത്തിലുള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശിവനെ വന്ദിച്ചതിന് ശേഷം വാമനനെ വന്ദിക്കണമെന്നാണ് ക്ഷേത്രത്തിലെ ആചാരം. ശിവക്ഷേത്രത്തിന്റെ തൊട്ടു മുൻപിലാണ് മഹാബലിയുടെ സിംഹാസന പ്രതിഷ്ഠയുള്ളത്. ശിവക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്താണ് വാമന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവക്ഷേത്രത്തെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലാണ് വാമന ക്ഷേത്രത്തിന്. ഇതിനോട് ചേർന്നാണ് ഗോപുരങ്ങളും ആനക്കൊട്ടിലും ശീവേലിപ്പുരയും കൊടിമരവും. ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയെന്ന് പറയപ്പെടുന്ന കപില മഹർഷിയുടെ പേരിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ കുളം വളരെ പവിത്രമായി കരുതപ്പെടുന്നു. ക്ഷേത്രം തന്ത്രിക്കും ശാന്തിക്കാർക്കും മാത്രമേ ഇവിടെ കുളിക്കുവാൻ അനുവാദമുള്ളൂ. മതിൽക്കപ്പുറം വടക്ക് ഭാഗത്ത് പൊതു ആവശ്യങ്ങൾക്കുള്ള ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. ഭക്തർ ഈ കുളത്തിൽ കുളിച്ചാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത്. ഉത്സവകാലത്ത് ഭഗവാന്റെ ആറാട്ട് നടക്കുന്നതും ഇവിടെ തന്നെ. മതിൽക്കകത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് ബ്രഹ്മരക്ഷസ് കുടികൊള്ളുന്നു. ഐതിഹ്യപ്രകാരം ഇവിടെ പണ്ട് ആത്മഹത്യ ചെയ്ത ഒരു ബ്രാഹ്മണ ബാലനാണ് ബ്രഹ്മരക്ഷസായി വാഴുന്നത്. തൃക്കാക്കരയപ്പന്റെ നടയിൽ ഭജനമിരുന്ന ഈ ഉണ്ണി ഒരിക്കൽ കദളിപ്പഴം മോഷ്ടിച്ചുവെന്ന കുറ്റത്തിന് പഴി കേൾക്കുകയും തുടർന്ന് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. മരിക്കും മുൻപ് അവൻ ഭഗവത് ചൈതന്യം നശിച്ചു പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ഈ ശാപമാണ് ക്ഷേത്രത്തെ അധപതനത്തിൽ എത്തിച്ചത് എന്ന് വിശ്വസിച്ചു വരുന്നു. ഇന്ന് ഏതൊരു ചടങ്ങും ബ്രഹ്മരക്ഷസിന്റെ അനുഗ്രഹത്തോടെ നടത്താറുള്ളൂ. പതിവിന് വിപരീതമായി ബ്രഹ്മരക്ഷസിന് ശ്രീകോവിൽ പണിതിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. സാധാരണയായി ഒരു തറ മാത്രമേ ബ്രഹ്മരക്ഷസിന് കാണാറുള്ളൂ. കൊടിയേറ്റ് കഴിഞ്ഞുള്ള 10 ദിവസം തൃക്കാക്കര താന്ത്രിക ചടങ്ങുകൾക്കും കലാപരിപാടികൾക്കും വേദിയാകും. ക്ഷേത്രനടയിൽ 10 ദിവസം പൂക്കളമിടും. കൊടിമര ചുവട്ടിൽ പ്രത്യേക സ്ഥലത്ത് ചാണകം മെഴുകി അതിന്മേൽ പല വർണ്ണങ്ങളിലുള്ള പൂക്കളിട്ടുകൊണ്ടാണ് ചടങ്ങ് നടത്തുന്നത്. ഓരോ ദിവസവും പൂക്കളത്തിന്റെ വലിപ്പം കൂട്ടിക്കൂട്ടി കൊണ്ടുവരും. തിരുവോണ നാളിൽ വലിയ പൂക്കളമായിരിക്കും ഉണ്ടാവുക. പൂരാട നാളിലാണ് ഉത്സവത്തിനിടയിലെ ഏറ്റവും പ്രധാന ചടങ്ങുകളിലൊന്നായ ഉത്സവ ബലി നടക്കുന്നത്. 9 ഗജവീരന്മാരെ അണിനിരത്തിയുള്ള ഈ ചടങ്ങ്
വളരെ ശ്രദ്ധേയമാണ്. അന്ന് രാത്രിയാണ് പള്ളിവേട്ട. പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിച്ച ഭഗവാൻ പിറ്റേന്ന് രാവിലെ വളരെ വൈകി ഉണരുന്നു. അന്നാണ് വാമനന്റെ ജന്മനാൾ കൂടിയായ തിരുവോണം. രാവിലെ എല്ലാ താന്ത്രിക ചടങ്ങുകൾക്കും ശേഷം മഹാബലിയെ ആനയിച്ചുകൊണ്ടുവരുന്ന ചടങ്ങ് നടത്തുന്നു. അന്ന് രാത്രിയാണ് ആറാട്ട്. തുടർന്ന് ക്ഷേത്രത്തിൽ മടങ്ങി എത്തിയ ശേഷം 7 തവണ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് കൊടിമരത്തിൽ നിന്ന് കൊടിയിറക്കുന്നു. ഉത്സവത്തിന്റെ അവസാന ദിവസങ്ങളായ ഉത്രാടത്തിനും തിരുവോണത്തിനും ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് വിഭവ സമൃദ്ധമായ സദ്യ നൽകുന്നു. കള്ളവും ചതിയും ഇല്ലാതിരുന്ന ഒരു കാലത്തിന്റെ ഓർമ്മ പുതുക്കലായി ക്ഷേത്രത്തിലെ ഈ ചടങ്ങുകൾ നിലനിൽക്കുന്നു. എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കാലം നമുക്ക് നൽകട്ടെ എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. ബി വെയർ, ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.